ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. UPSC CSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ട്സാണ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് വരുന്നൊരു ഡൗട്ടാണ് ന്യൂസ് പേപ്പർ റീഡിങ് എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഏതൊക്കെ ന്യൂസസ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ന്യൂസസ് എന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ന്യൂസ് പേപ്പർ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ UPSC സിലബസിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയുണ്ടായിരിക്കണം, എന്താണ് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് GS1, GS2, GS3, GS4 എന്ന് പറഞ്ഞിട്ട് മെയിൻസിന് സിലബസ് ഉണ്ട്. അപ്പോൾ ഈ സിലബസ് നമ്മൾ പഠിക്കണം. സിലബസിനെ പറ്റി നമുക്ക് നല്ല ധാരണയുണ്ടാവണം. സിലബസ് പഠിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 ഡേ ഇരുന്നിട്ട് എല്ലാ സിലബസും കാണാതെ പഠിക്കാം, അങ്ങനെയല്ല. നിങ്ങൾ സ്റ്റഡി ടേബിൾ ഉണ്ടാവില്ലേ, സ്റ്റഡി ടേബിളിനടുത്ത് ഈ സിലബസ് പ്രിൻറ്റ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ PDF ആയിട്ടോ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഈ സിലബസൊക്കെ എടുത്തൊന്ന് വായിച്ച് നോക്കാം. വായിച്ച് നമ്മുടെ മൈൻഡിൽ അത് കയറിക്കോളും. അപ്പോൾ സിലബസ് വായിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നാൽ മാത്രമാണ് നമുക്കൊരു ന്യൂസ് കാണുമ്പോൾ ഇത് നമ്മുടെ സിലബസ് റിലേറ്റഡ് ആണോ, നമുക്കിത് വേണ്ടതാണോ, ജസ്റ്റ് ഒഴിവാക്കാൻ പറ്റിയതാണോന്ന് മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് സിലബസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ന്യൂസ് പേപ്പർ വായിക്കുന്നതിന് മുന്നേ അത് മനസ്സിലാക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ വഴി ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. ഞാനിപ്പോൾ ജൂൺ 22, 2026 ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് ന്യൂസ് പേപ്പറിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് പേജിൽ നമ്മൾ കാണുന്ന ന്യൂസ് ഏതാണ്? 2 die in ammonia gas leak at തമിഴ്നാടു സീ ഫുഡ് യൂണിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, എന്തോ ഡിസാസ്റ്റർ നടന്നിട്ടുണ്ടല്ലേ, 2 പേര് മരിച്ചിട്ടുണ്ട് തമിഴ്നാട് സീ ഫുഡ് യൂണിറ്റിൽ, അമോണിയ ഗ്യാസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് സിലബസുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കാം. ഇത് GS3 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നതാണ് കേട്ടോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ലിങ്ക് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമ്മൾ ഈ ന്യൂസ് വായിച്ച് നോക്കുക, അതിനകത്ത് എന്താ പറയുന്നത് നോക്കാം. ഇത് അവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആയിരുന്നോ, അത് ഇൻവെറ്റബിൾ ആയിരുന്നോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നമുക്ക് അമോണിയ എന്താണെന്നൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം അല്ലേ. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ, മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കുക. സ്റ്റാൻഡേർഡ് ബുക്ക് വെച്ചിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ChatGPT ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടത്തിൽ നമുക്കത് പഠിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റിയ കാര്യം, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളൊക്കെ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ നടന്നിട്ടുണ്ടെന്നാൽ നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിങ്ങിനൊക്കെ അത് യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ, അതായത് ഒരു ന്യൂസ് വായിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് ഇതിനടുത്ത് തന്നെ വേറൊരു ന്യൂസ് കാണുന്നുണ്ട് അല്ലേ, റീനീറ്റിൻ്റെ ഒരു ന്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ഉണ്ടാക്കേണ്ടതൊന്നും ആയിരിക്കുന്നൊന്നുമില്ല. ചിലതൊക്കെ നമുക്ക് ജസ്റ്റ് എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ചിലതൊക്കെ നമുക്ക് വായിച്ച് പോയാൽ തന്നെ മതിയാവും, നമുക്ക് മൈൻഡിലുണ്ടാവും. അങ്ങനെയുള്ളത് എവിടെ മാർക്ക് ചെയ്ത് വെക്കണമെന്നില്ല. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് ചെയ്യട്ടോ. ഓരോ ആസ്പിരൻറ്റിനും ഓരോ രീതിയായിരിക്കും, അതേപോലെയാണ് ചെയ്യേണ്ടത്. അടുത്തത് ഫസ്റ്റ് പേജിൽ തന്നെ താഴെ ഒരു പിക്ചർ കാണാമല്ലോ, യോഗ ഡേനെ പറ്റിയിട്ടാണത്. അപ്പോൾ യോഗ ഡേനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. യോഗ ഡേ ഇപ്പം യോഗ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിലല്ലേ. അപ്പോൾ യോഗേനെ പറ്റിയുള്ള ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. യോഗ ഡേ എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അടുത്ത ന്യൂസ് അവിടെ തന്നെ കാണുന്നത് ഇന്ത്യ US ട്രേഡ് ഡീലിനെ പറ്റിയിട്ടാണ്. അപ്പം ഇതും കുറച്ച് നാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം, അതായത് പുതിയൊരു ആസ്പിരൻ്റാണ്. അപ്പോൾ ഒരു ന്യൂസ് വായിക്കുമ്പം എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ChatGPTനോട് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. പക്ഷേ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇങ്ങനെ ഒത്തിരി ന്യൂസസ് വരും, കുറേ നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ന്യൂസസ് ഉണ്ടാവും, ഡെയിലി വരുന്നതുണ്ടാവും, ആഴ്ചയിൽ 2-3 ടൈംസ് വരുന്ന ന്യൂസസ് ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഈ ട്രേഡ് ഡീലിൻ്റെത് എവിടെ വരുന്നതാണ്, ഇതൊക്കെ ഇൻ്റർനാഷണൽ റിലേഷൻസിലൊക്കെ വരുന്നതാണ്, ബൈലാറ്ററൽ റിലേഷൻസിലൊക്കെ വരുന്നതാണ് കേട്ടോ. ഇന്ത്യയും US തമ്മിലുള്ള റിലേഷൻഷിപ്പിലൊക്കെ വരുന്നതാണ്. നെക്സ്റ്റ് ഒരു ന്യൂസ് കണ്ടോ, ഓപ്പർച്യൂണിറ്റി ടു ടേൺ ഓവർ എ ന്യൂ ലീഫ് വിത്ത് ഇറാൻ സേസ് വാൻസ് ആസ് 2 sides ഗ്യാദർ ഫോർ ടോക്സ് ഇൻ സ്വിറ്റ്സർലൻഡ്. ഇതും കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇൻ്റർനാഷണൽ റിലേഷൻസിൽ പെട്ടതാണ്. അപ്പം ഇതും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എന്താണെന്ന് പഠിക്കാൻ നോക്കുക. പിന്നെ അതിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കാണുന്നുണ്ടോ, കാരണം അതിലൊരു ലേക്കിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരിക പ്രിലിംസിലാണ് കേട്ടോ. പ്രിലിംസിൽ ചിലപ്പോൾ ഒരു ലേക്ക് വന്നിട്ട് ഏതാണ് കൺട്രി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഇക്വേറ്റർ പാസ് ചെയ്യുന്ന ലേക്ക്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രിലിംസിൽ വരാം. സോ ഇങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ഏതെങ്കിലും ലേക്കിൻ്റെ പേരോ റിവേഴ്സിൻ്റെ പേരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ.
അതിന് തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു ന്യൂസ് ഉണ്ടോ, മാരിടൈം സെക്ടർ എ മേജർ എഞ്ചിൻ ഫോർ എക്കണോമിക് ഗ്രോത്ത് സൈസ് PM. അപ്പം അതിനകത്ത് ഞാൻ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട് നേവൽ ഷിപ്സിൻ്റെയൊക്കെ. INS തുനാഗിരി, INS സന്തോഷൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ മേജറായിട്ടുള്ള ഷിപ്സും അതിൻ്റെ പേരുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് പ്രൊജക്റ്റിൻ്റെ കീഴിലാണിത് വന്നത്, നമുക്ക് സബ്മറൈൻസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, ന്യൂക്ലിയർ ട്രയഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ന്യൂസിൽ വരുന്ന പേരുകളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം. അടുത്ത പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പേജാണ് കേട്ടോ, എഡിറ്റോറിയൽ. ഇതിനിടയിൽ പേജസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളൊന്നും മിക്കവാറും അവിടെ ഉണ്ടാവില്ല. അപ്പം സിറ്റി പേജ് ഉണ്ടാവുമായിരിക്കും, കേരളം, അങ്ങനത്തെ പേജൊക്കെ ഉണ്ടാവും. അതിനകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ചിലപ്പം കേരള ബേസ്ഡ് ആണെങ്കിലും മെയിൻസിനൊക്കെ കോട്ട് ചെയ്യാൻ പറ്റിയ എക്സാമ്പിൾസും സ്കീംസൊക്കെ ചിലപ്പം വരും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പം ജീവിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ഭയങ്കരമായിട്ടൊന്നുമല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പറ്റിയ വായിച്ച് വിടുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ വായിക്കാം. ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റോറിയൽ പേജാണ് നോക്കേണ്ടത്. എഡിറ്റോറിയൽ പേജിൽ വരുന്ന കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് തന്നെയായിരിക്കും. എല്ലാം നോട്ട് ചെയ്ത് വെക്കണമെന്നൊന്നുമല്ല, നമ്മൾ വായിച്ചു വിടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ കാര്യം ലാംഗ്വേജ് കുറച്ച് ഇമ്പ്രൂവ് ആവും. പിന്നെ നമുക്ക് കുറച്ച് എഴുതേണ്ട രീതികളൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാവും. ആൻസർ റൈറ്റിങ്ങിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും. പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചിലത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പൊളിറ്റിക്സ് ബേസ്ഡ് ചില എഡിറ്റോറിയൽസ് ഒക്കെ ഉണ്ടാവും നമുക്ക് വായിക്കേണ്ടാത്തത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് വായിക്കാവുന്നതാണ് കേട്ടോ എഡിറ്റോറിയലുള്ള. എഡിറ്റോറിയൽ പേജ് കാണുന്ന ഫസ്റ്റ് എഡിറ്റോറിയൽ ചേഞ്ച്ഡ് റിയാലിറ്റി. ഇത് ഇന്ത്യക്ക് ഹോർമോസ് റേറ്റുമായിട്ടുള്ള ഡിപ്പെൻഡൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. സോ ആ എഡിറ്റോറിയൽ എല്ലാവരും നമ്മൾ വായിക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് എഡിറ്റോറിയൽ എൻഡ് ദ ഫ്രീ റെയിൻ ഓഫ് ജങ്ക് ഫുഡ് അഡ്വർടൈസിങ് ഇൻ ഇന്ത്യ. ഇതും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വായിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. പിന്നെ വരുന്നത് ജസ്റ്റ് ട്രൂത്ത്, അതും ഇതേപോലെ തന്നെ നമുക്ക് വായിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ബ്രിട്ടൻ ആഫ്റ്റർ ബ്രെക്സിറ്റ് ഡിവൈഡഡ്, അൺസർട്ടൈൻ ആൻഡ് സ്റ്റാഗ്നൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കൊന്ന് വായിക്കാവുന്നതാണ്. നമുക്കിത് എവിടെയെങ്കിലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആൻസർ റൈറ്റിങ്ങിനൊക്കെ യൂസ്ഫുൾ ആവും. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ബ്രോഡർ ഐഡിയ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും, ഓരോ പോയിന്റ് ഓഫ് വ്യൂ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് എഡിറ്റോറിയൽ ഉദ്ദേശിക്കുന്നത്. എഡിറ്റോറിയൽ കാണുന്ന എല്ലാം അതേപോലെ തന്നെ ഒരു ഓഥറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എഴുതി വെക്കണം എന്നല്ല, പക്ഷേ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് തന്നെ പിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അടുത്ത പേജ് ഒപ്പീനിയൻ പേജാണ്. ഒപ്പീനിയൻ പേജിൽ എപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെ വരണമെന്നില്ല. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അധികം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒത്തിരി വരും. ചിലതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടാവുന്നതായിരിക്കും, ചിലത് കുറച്ച് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ച് വായിക്കേണ്ടതായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ NTA ന്യൂസ് ഉണ്ട്, അക്കൗണ്ടബിലിറ്റി, ദ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി വിത്തിൻ ദ NTA. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമിന് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ന്യൂസൊക്കെ വായിച്ച് നോക്കാം. അതിനകത്ത് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനുണ്ടെങ്കിലൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ നോക്കാം. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് താഴെ കാണുന്നത് ദ ക്യൂരിയസ് കേസ് ഓഫ് കേരളാസ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. ഇതിപ്പം നമ്മൾ കേരളത്തിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഇന്ത്യൻ എക്കോണമി പഠിക്കാനുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്തും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ആർട്ടിക്കിളിൽ നിന്നൊക്കെ കിട്ടും. ഓക്കെ, നമുക്ക് ചില വേർഡിങ്സ് ടെർമിനോളജീസൊക്കെ നമുക്ക് അറിയാത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ആർട്ടിക്കിൾസിനൊക്കെ കിട്ടും. സോ അതെല്ലാം ഒന്ന് വായിക്കാവുന്നതാണ്. അടുത്തത് പിന്നെ ആർട്ടിക്കിൾ വരുന്നത് യോഗ ഡേയുടെയാണ്. യോഗ ഹാസ് ബിക്കം വേൾഡ്സ് ലാർജസ്റ്റ് സെലിബ്രേഷൻ മോദി. യോഗ ഡേനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ആർട്ടിക്കിൾ യോഗ ഡേനെ പറ്റി ഉണ്ടെന്ന്, അതാണിത്. അപ്പം ഇതും എല്ലാം നമുക്ക് വായിക്കാവുന്നത് തന്നെയാണ് കേട്ടോ. അടുത്തത് പിന്നെ വേൾഡ് പേജിലോട്ട് വരുമ്പം ഇങ്ങനെ മേലെ ഇങ്ങനെ കുറച്ച് ചെറിയ ഈ ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് കുറച്ച് ന്യൂസസ് കാണാം കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് പ്ലേസസ് ഇൻ ന്യൂസില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ തായ്വാൻ, യുക്രൈൻ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലേ. അപ്പം അതിനകത്ത് നിന്നൊക്കെ ചിലപ്പം ഏതെങ്കിലും ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ അത് വായിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും നമ്മുടെ വേൾഡ് ലെവലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഒരു 3-4 ന്യൂസസ് എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും, വേൾഡ് ലെവലിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇത് താഴെ ഒരു ന്യൂസ് ഉണ്ട്, ലെബനനെ പറ്റിയിട്ടാണ്. സോൾജേഴ്സ് ഇൻ ലെബനൻ ഫ്രീ ടു ടേക്ക് ആക്ഷൻ ഇഫ് അണ്ടർ ത്രെഡ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി പെട്ടതാണ്. ഇതിനെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് ന്യൂസ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ
ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് എന്താണ് സംഭവം എന്ന് നോക്കുക, അത് വായിക്കുക, പോവുക, അത്രയേ ഉള്ളൂ. ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തത് വരുന്നത് സ്പോർട്സ് പേജാണ്. സ്പോർട്സ് പേജ് ആദ്യമൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രിലിംസിന് സ്പോർട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ളവർ അത്യാവശ്യം നന്നായിട്ട് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക, അല്ലാത്തവർ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്യാം. നിർബന്ധിക്കുന്നില്ല, പക്ഷെ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്യുക. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് പറ്റുന്ന പോലെ സ്പോർട്സ് പേജൊക്കെ ഒന്ന് വായിച്ചു വിടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. സോ ഇത്രയാണ് ന്യൂസ് പേപ്പർ റീഡിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഞാനിവിടെ അനാലിസിസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ തരിക മാത്രമാണ് ചെയ്തത്. ന്യൂസ് പേപ്പർ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അത്യാവശ്യം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നും കൂടെ പറയാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് സിലബസ് വായിക്കുക എന്നുള്ളതാണ്. സിലബസ് കറക്റ്റായിട്ട് നോക്കുക, അത് പഠിക്കുക, അതിലെന്തൊക്കെയാണ് പറയുന്നത് നോക്കുക. എന്നിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ഓരോ ന്യൂസസ് കാണുമ്പോഴും സിലബസ് വെച്ചിട്ട് ഈ ന്യൂസ് നമുക്ക് വേണമെന്നുള്ളത് ആലോചിക്കാം. ആദ്യം കുറച്ച് ടൈം കൺസ്യൂം ആയിരിക്കും. ഒത്തിരി ടൈം ആദ്യം എടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പം 2 hours, ചിലപ്പം 3 hours, 3.5 hours ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ന്യൂസ് പേപ്പർ വായിക്കാൻ എടുക്കുന്നവരുണ്ട്. സോ അങ്ങനെ ടൈം എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. അത് നോർമലാണ്. അയ്യോ ഞാൻ ഒത്തിരി ടൈം എടുക്കുന്നുണ്ടല്ലോ ന്യൂസ് പേപ്പർ വായിക്കാൻ, എനിക്ക് വേറെ ഒന്നും പഠിക്കാൻ ടൈമില്ലല്ലോ, ഒന്നും ചിന്തിക്കേണ്ട. ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. ന്യൂസ് പേപ്പർ വായിച്ച് നിങ്ങൾക്ക് അതിന് മെല്ലെ ടൈമൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ സിലബസൊക്കെ നോക്കി ആദ്യം എന്തായാലും ടൈം എടുക്കും. പിന്നെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ന്യൂസ് കാണുമ്പോൾ വേണോ വേണ്ടയോ സ്കിപ്പ് ചെയ്യണോ. പിന്നെ ഇങ്ങനെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ന്യൂസസ് ഉണ്ടാവും ഡെയിലി ബേസിസിൽ. അതൊന്നും നമുക്ക് എല്ലാം പിന്നെ അതിൻ്റെ വേർഡ് ബൈ വേർഡ് വായിക്കേണ്ട ആവശ്യം വരില്ല. കാരണം നമുക്കത് ന്യൂസസ് ഡെയിലി വരുന്നതായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുമ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയില്ല, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഇത്രയൊക്കെയാണ് ന്യൂസ് പേപ്പർ റീഡിങ്ങിനെ പറ്റി പറയാനുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. ഇനി ഇതുമായിട്ട് ഫർദറായിട്ട് എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാപ്പി ലേണിംഗ്.